ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നിരന്തരമായി യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു എന്നൊഴിച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മുടെ ഒരു പ്രദേശത്ത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൽ 3-4 പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഇതുണ്ടാകുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഊർജ്ജ സുരക്ഷ എന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഓയിലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ്. അതിൽ വിലവർധനവുണ്ടായാൽ, ഓയിലിൻ്റെ കാര്യത്തിൽ വിലവർധനവുണ്ടായാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ പെർ ബാരലിന് $1 വില വർദ്ധിച്ചതായിട്ടുള്ള വാർത്തകളുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓയിലിനുണ്ടാകുന്ന വിലവർധനവ് നമ്മുടെ നിത്യജീവിതത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, ഈ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന ബസുമതി അരിയുടെ 30% നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് ഇറാനിലേക്കാണ്. 2024-25 മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 6347 കോടി രൂപയുടെ കയറ്റുമതി നമ്മൾ അങ്ങോട്ടേക്ക് നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആൾറെഡി അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്, അതായത് അവിടുത്തെ പല കമ്പനികളും ഈ ബസുമതി കയറ്റുമതി ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഡിലേ ആണ്, അത് താമസം നേരിടുന്നുണ്ട്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ അത് കുറേ കൂടി ഡിലേ ആകും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ പ്രത്യേകിച്ച് ഇത്രയും വലിയ തോതിൽ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യവസായത്തെ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ, പ്രത്യേകിച്ച് അത് നമ്മുടെ പഞ്ചാബിലെയും ഹരിയാനയിലുമുള്ള സാധാരണ കർഷകരെ അത് പരോക്ഷമായും പ്രത്യക്ഷമായും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മൂന്നാമത്തത്, ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ലോക വ്യാപാരത്തിൻ്റെ പ്രധാനപ്പെട്ട വാണിജ്യം നടക്കുന്ന കടലിടുക്കുകളെല്ലാം തന്നെ ഈ മേഖലയ്ക്ക് ഇറാനുമായി അതിർത്തി പങ്കുവച്ചോ ഇറാൻ്റെ സ്വാധീനത്തിലോ ഒക്കെ വരുന്ന പ്രദേശങ്ങളാണ്. അത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആയാലും റെഡ് സീ എടുത്തു നോക്കിയാലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഈ ഒരു യുദ്ധം നീണ്ടുപോവുക എന്ന് പറഞ്ഞാൽ, അവിടെയൊക്കെ അല്ലെങ്കിൽ വർഷിപ്പുകൾ വരിക, അവിടെയൊക്കെ ഓപ്പറേഷൻസ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ലോക വ്യാപാരത്തെ തന്നെ ബാധിക്കുകയും ഈ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് ഇന്ത്യയുടെ ഓയിൽ എത്തിച്ചേരുന്നത്, ഇന്ത്യയിലേക്കുള്ള ഓയിലുകൾ എത്തിച്ചേരുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കും ഇറാനും ഇടയിൽ ബന്ധമുണ്ട്. നമുക്കും ഇപ്പോൾ ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്, ആ ചബഹാർ പോർട്ടിൻ്റെ നിയന്ത്രണം ഈ അടുത്ത സമയത്തും കരാറൊക്കെ പുതുക്കിക്കൊണ്ട് നമ്മൾ വലിയ തോതിൽ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും മന്ദീഭവിക്കും. അത് ഇന്ത്യയെ പ്രധാനമായും ഇനി നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ലൈഫ് ലൈനായിട്ടുള്ള ഡിജിറ്റൽ എക്കോണമിയിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതായത് ഡിജിറ്റൽ എക്കോണമി എന്ന് പറയാൻ കാരണം നമ്മുടെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, അണ്ടർ വാട്ടർ കേബിൾസ്, ഇതെല്ലാം കടന്നു പോകുന്നത് ഇറാന് സ്വാധീനമുള്ള അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന മേഖലകളിലൂടെയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡിജിറ്റൽ എക്കോണമി തന്നെ എത്ര പ്രധാനപ്പെട്ടതാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ എക്കോണമിയാണ്. നമ്മുടെ സെർവറുകൾ ഡൗൺ ആവും. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാറും. ഡാറ്റ കേബിളുകൾ, ഇതിനൊക്കെ ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം അത് ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് വളരെ വലിയ കോസ്റ്റ് ബർഡനായിട്ട് മാറും. ഒറ്റ കാര്യം കൂടി, കഴിഞ്ഞ 2019 നിസ്സാരമായ ടാങ്കർ സ്ട്രൈക്ക് പോലും ഉണ്ടായപ്പോൾ ബാരലിന് ഭയങ്കരമായി വില വർദ്ധിച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് തീർച്ചയായും ഈ യുദ്ധം ഇന്ത്യയുടെ സെൻസെക്സ് തന്നെ ഈ അടുത്ത സമയത്ത് ശക്തമായിട്ട് ഇടിഞ്ഞല്ലോ, അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.